ഇസ്രയേലിലെ മുഖ്യ ദിനപത്രമാണ് ഇസ്രയേൽ ഹായം അഥവാ ഇസ്രയേൽ ടുഡേ എന്ന് പറയുന്ന ഹീബ്രു പത്രം. ആ പത്രത്തിൽ നിരവധിയായ വാർത്തകൾ ഇപ്പോൾ കൊടുക്കുന്നതെല്ലാം വലിയ തോതിലുള്ള വ്യാജ പ്രചരണം നിറഞ്ഞ വാർത്തകളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ്. ഇറാൻ എല്ലാ രീതിയിലും തകർന്നു എന്ന് കാണിക്കത്തക്ക രീതിയിൽ അന്താരാഷ്ട്ര നേതാക്കളെല്ലാം ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പടർത്തി ഇസ്രയേലിൽ മുഴുവനായി വിതരണം ചെയ്യുന്ന പത്രമായി ഇസ്രയേൽ ഹായം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ബങ്കറിലും കയറി ഒളിച്ചിട്ടില്ല. അദ്ദേഹം പൊതുജനങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നും വളരെ വൈകാതെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്നും അത് നശിപ്പിക്കുമെന്നും അതുപോലെ തന്നെ ഇറാൻ്റെ എല്ലാ രീതിയിലുള്ള ആണവശേഷിയും തകർത്ത് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമനിയെ മുട്ടുകുത്തിക്കുമെന്നും ഒക്കെയുള്ള വീരവാദങ്ങൾ നിറഞ്ഞ എഡിറ്റോറിയലുകളാണ് ഓരോ ദിവസവും തള്ളി പുറത്തുവിടുന്നത്. ഏതായാലും ഇസ്രയേലിൻ്റെ അവകാശവാദങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപിൻ്റെ നിരുപാധിക പിന്തുണ കൊടുത്തിരിക്കുന്നു. ട്രംപും റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയതിൽ കൃത്യമായി ട്രംപ് ചില സൂചനകൾ കൊടുത്തു. ഇസ്രയേലിന് നിരുപാധിക പിന്തുണ യുദ്ധസന്നാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഇറാൻ കീഴടങ്ങിയേ മതിയാകൂ എന്നുള്ള നിലയിലാണ് ആ സംഭാഷണം പോയതെന്നും അതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പുടിൻ ഇറാൻ്റെ പരമോന്നത നേതാവിനെ വിളിച്ച് നിങ്ങൾ US-നോട് നെഗോസിയേഷൻ, അതായത് വിലപേശൽ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് US പറയുന്ന കീഴടങ്ങൽ രീതി അവലംബിക്കുകയും അതുവഴി നിങ്ങളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുകയാണ് ഇനി ഏക വഴിയെന്നും പറഞ്ഞു എന്നാണ് ഇസ്രയേൽ ഹായം എന്ന ഇസ്രയേൽ ടുഡേ മുഖ്യ നാഷണൽ ഡെയിലി പറഞ്ഞിരിക്കുന്നത്. അതായത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക, ഇത് എടുത്തു വച്ച് ഏറ്റുപിടിക്കാൻ ഇന്ത്യയിൽ ചില മാധ്യമങ്ങൾ കൂടി ശ്രമിക്കുന്നു. ഏകപക്ഷീയമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഇസ്രയേൽ ഹയമിന് അങ്ങനെ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. കാരണം അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. അവരുടെ മറ്റ് എക്സസുകളിലേക്ക് മറ്റൊരു ലോകരാജ്യത്തും ഇപ്പോൾ ബ്രൗസ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ എല്ലാം ആക്സസ് ഡിനൈഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റുമായി പല കാര്യങ്ങളിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ഹായം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന വാക്കിൽ ഒരു രീതിയിലും നിരുപാധിക പിന്തുണയെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കെട്ടിച്ചമച്ച് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലി ദിനപത്രം തട്ടിവിടുകയാണ്. ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ എടുത്തു വെച്ച് അതുപോലെ കട്ട് ആൻഡ് പേസ്റ്റ് എന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ ചില പ്രമുഖ വാർത്താപത്രങ്ങൾ കൊടുക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ എക്കണോമിക് ടൈംസ് പോലുള്ള പത്രങ്ങൾ കൃത്യമായും അവിടുത്തെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു രീതിയിലുള്ള പൊടിപ്പും തൊങ്ങലും ചേർത്തിട്ടില്ല. ഇറാൻ്റെ ബങ്കറുകൾ തകർക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേൽ US-നോട് ആവശ്യപ്പെട്ടു എന്നുള്ളത് സത്യമായ കാര്യമാണ്. എന്നാൽ അത് നൽകാൻ ഇതുവരെയും US തയ്യാറായിട്ടില്ല. മാത്രമല്ല അൽ ഖമനിയെ വധിക്കാൻ US പ്രസിഡന്റ് തയ്യാറെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ്. US പ്രസിഡന്റ് അദ്ദേഹത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല. ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ നടപടികളെ ചെറുത്തു തോൽപ്പിക്കും. ശത്രുക്കളോട് ഒരു രീതിയിലും കരുണ കാണിക്കേണ്ട കാര്യമില്ല. അവർ ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന ജനജീവിതത്തെ ദുസ്സഹമാക്കുകയും അവരുടെ ജീവൻ വെച്ച് വിലപേശാൻ ശ്രമിക്കുകയും ചെയ്താൽ ഞങ്ങൾ അതിന് തിരിച്ചടി ഉറപ്പായി നൽകും. ഇസ്രയേൽ വിവരമറിയും. ഇതാണ് അയത്തുള്ള അൽ ഖമനി പറഞ്ഞിരിക്കുന്നത്.